നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഓലയും മടലും കുതുമ്പ് അങ്ങനെ ഉള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്ന് വെച്ചാൽ രാവിലെ മുറ്റമൊക്കെ തൂത്ത് മുറ്റത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനും ഉണ്ട്, ഹാപ്പി ഉണ്ട്, മോളുണ്ട്. മോള് വീഡിയോ എടുക്കുവാണ്. ശരിക്കും ഓലയും മടലും ഒക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വെട്ടിപ്പറക്കാനൊന്നും പറ്റത്തില്ല. നടുവിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. മുമ്പ് ഒരിക്കൽ ഇതേ കണക്ക് വിറകെല്ലാം പറക്കി കൂട്ടി വെച്ച് അന്നെല്ലാം വെട്ടിപ്പറക്കി വെച്ചപ്പോഴത്തേക്കാണ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നടുവിന് പ്രശ്നം വന്ന് വയ്യാതെയൊക്കെ എണീക്കാൻ വയ്യാതെയൊക്കെ ആയത്. പിന്നെ ഇങ്ങനെ ഇട്ടേക്കുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ രാവിലെ തൊട്ടേ നല്ല മഴക്കോളും ഉണ്ട്, ചെറുതായിട്ട് പൊടിയൊന്നും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കും ഒരു വിഷമം. വിറകാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നു, മൊത്തം മഴ പെയ്താൽ നനഞ്ഞ് ചെതലൊക്കെ എടുക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പറ്റുന്നിടത്തോളം കുറച്ചൊക്കെ ഇനി പറക്കിക്കൊണ്ട് വെക്കാമെന്നും പറഞ്ഞും കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോഴും ഹാപ്പി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഇപ്പം നല്ല സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ ഹാപ്പീനെ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ. ഹാപ്പി ഇതേ കണക്കാണ് കേട്ടോ. നമ്മൾ എടുക്കുകയാണെങ്കിൽ കയ്യിലിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് എടുക്കാനും. പിന്നെ കയ്യിലൊക്കെ ഇരിക്കും, വിളിച്ചാൽ വരുമൊക്കെ ചെയ്യും കേട്ടോ. പറഞ്ഞാലൊക്കെ ഇപ്പോൾ കേൾക്കും. ഇനി കുറച്ചും കൂടെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം എന്തൊരു പറഞ്ഞാലും കേൾക്കും, വിളിച്ചാൽ വരെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചൊക്കെ പറക്കിയിട്ട് ആർപ്പയുടെ അടിയിലും വെച്ച് പിന്നെ അത്യാവശ്യത്തിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ചൂട്ടും മടലും കൊതുമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറക്കി അടുക്കളയിൽ അടുപ്പിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിറക് എത്ര കിട്ടിയാലും എനിക്ക് മടുക്കത്തേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വിറക് വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ഇതൊന്നും ഒരു കൊമ്പ് മാങ്ങ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ. മാങ്ങ ശരിക്കും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിനെ കൊണ്ട് നല്ല വെയിറ്റ് കാരണം കാറ്റടിച്ചപ്പോൾ വീണതായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴും നല്ലതുപോലെ പഴുത്ത് ചൊരിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ബക്കറ്റിൽ ഇങ്ങനെ പറക്കിയിടുന്നത് നല്ല പഴുത്തിട്ടുണ്ടേ. അങ്ങനെ അതൊന്ന് കുറച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. മക്കളാരെങ്കിലും കട്ട് ചെയ്ത് കഴിക്കുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം. ഇനിയിപ്പോൾ എന്തായാലും ചോറ് നമ്മൾ ഡെയിലി ചോറ് വെക്കുന്നതും കറിയുടെയൊക്കെ അങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒത്തിരി പണിയും കാര്യങ്ങളും ഇനിയും ബാലൻസ് കിടക്കുന്നു. ദേഹം മുഴുവൻ മണ്ണും പിന്നെ നമ്മൾ രാവിലെ തൊട്ടേ മുറ്റത്തെ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചോറിന് വേണ്ടിയിട്ട് അരി അടുപ്പത്തൊന്ന് ഇട്ടതിന് ശേഷം അടുപ്പിലിട്ട് അതവിടെ കിടന്ന് തിളയ്ക്കണ നേരത്തിന് പിന്നെ പോയി ഒന്ന് വൃത്തിയായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ അടുത്ത് പറയണതൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ തനിച്ചാണെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അങ്ങനെയുള്ള ഒരു ചിന്തയോ അങ്ങനെ ഒന്നും വേണ്ട, നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, തനിച്ചല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എത്ര അകലെയാണെങ്കിലും നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പം നമ്മളെ വീഡിയോ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ആണെങ്കിലും നിങ്ങളത് തരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മളെ മനസാക്ഷിക്ക് മുമ്പിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഭാരം കാണുമല്ലോ. അത് ഏതൊരു മനുഷ്യനും കാണും. കാരണം നമ്മളെ നേരിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അനുഭവത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ചില സമയത്ത് മൗനമായിട്ട് നിൽക്കുക. പിന്നെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റില്ല. വോയിസ് കൊടുക്കാൻ പറ്റാതെ വരുന്ന ആ ഒരു സമയത്താണ് വോയിസ് ഇല്ലാതെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് നിങ്ങളെല്ലാവരും കാണുകയും ചെയ്തിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ ഫോണിൻ്റെ കുഴപ്പമാണോ അതേ ഇവിടുത്തെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഫോണിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണ്. കാരണം ഞാൻ വോയിസ് കൊടുത്തിട്ടില്ലായിരുന്നു. കൊടുക്കാൻ പറ്റുന്ന ആ ഒരു മാനസികാവസ്ഥയിലല്ലാത്തതിനെ കൊണ്ടാണ് വോയിസ് കൊടുക്കാഞ്ഞത്. പിന്നെ ഞാൻ വിചാരിക്കും എടുത്ത് വെച്ചതല്ലേ ആ ഒരു വീഡിയോ അങ്ങ് ഇടാം. പിന്നെ നമ്മളെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, എന്തായാലും അവരൊക്കെ എന്തായാലും വീഡിയോ കാണും. പിന്നെ പറ്റുന്നതും നിങ്ങൾ നമുക്ക് ചെയ്തു തരാനായിട്ടുള്ള ഒരു സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു വീടാകുമ്പോഴത്തേക്ക് അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു വീടാകുമ്പോഴത്തേക്ക് ആ ഒരു വീട്ടിൽ കയറുന്ന ആ ഒരു സമയത്ത് കയറിയതിന് ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു കാര്യവും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ പറയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ആ ഒരു നമുക്കെന്നും പറഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് ആവുന്നത് വരെ ഞാൻ എന്തായാലും എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഞാൻ ഉള്ളിൽ ഒതുക്കിയേ പറ്റുള്ളൂ. അതെല്ലാം ഞാൻ സഹിച്ചു പോയേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഇപ്പോഴും നമ്മൾ നേരിട്ട് പോകുന്ന കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എല്ലാം നേരെ ആവണേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല, സാധാ രീതിയിൽ നമ്മൾ ചോറും പിന്നെ മീൻകറി തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നും പിന്നീടൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പിന്നെ എൻ്റെ വൈകുന്നേരത്തെ ചില വട്ടുകളൊക്കെയാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കും.
നോക്കി നിന്നിട്ട് ഇങ്ങനെ കാർമേഘം ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുമല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കി കുറേ സമയം ഇങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആകാശത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ചെറിയ വട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷവും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനും കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കണം. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇത് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കിടക്കും. പിന്നെ അതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കയറി കാണുകയൊക്കെ ചെയ്യും നമ്മൾ ആകാശത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ആരും പുറത്തിറങ്ങിയിട്ട് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ നോക്കി നിൽക്കത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ടാലും എനിക്ക് മതിയാവത്തില്ല. കുറേ സമയം ഇങ്ങനെ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ ഒരു കണക്കിന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കാർമേഘം ഇങ്ങനെ പോകുന്നത്, പിന്നെ മഴക്കോളുണ്ടെങ്കിൽ മഴക്കോൾ ഇങ്ങനെ വരുന്ന, നക്ഷത്രങ്ങൾ മിന്നുന്നത്, ചന്ദ്രൻ്റെത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും. എന്നിട്ട് ചില സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ടോർച്ച് ഉണ്ടല്ലോ, ടോർച്ച് എടുത്തിട്ട് ഞാനിങ്ങനെ ദൂരേക്ക് ഇങ്ങനെ അടിച്ച് നോക്കും. ടോർച്ചിൻ്റെ വെട്ടം അങ്ങ് എത്തത്തില്ല എങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് അടിച്ച് നോക്കും കേട്ടോ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ നോക്കുവേ. അതൊക്കെ വെറുതെ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണേ, ഇട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഇനിയിപ്പോൾ പഴയതുപോലെ തന്നെ തിരിച്ച് വരാനായിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നത് മാത്രമല്ല, ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും. എൻ്റെയും കൂടി ആവശ്യമാണല്ലോ, എനിക്ക് എന്തായാലും മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. നമ്മളിനിയിപ്പോൾ പിന്നെ ആരൊക്കെ എത്രയൊക്കെ ഇനി ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നമ്മൾ ആരും നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്കെന്നും പറഞ്ഞും കൊണ്ട് എപ്പോഴായാലും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു ചിന്ത എന്തായാലും അത് എപ്പോഴും നമ്മൾ മനസ്സിനകത്ത് എപ്പോഴും നമുക്ക് ആ ഒരു ചിന്ത വേണം. ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും എപ്പോഴായാലും നമ്മൾ എത്ര കൂട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തനിച്ചായിപ്പോവും. അത് ഏതൊരു മനുഷ്യൻ്റെയും കാര്യം അങ്ങനെയാണ്. പിന്നെ ഇവിടെ 1-2 ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴ ചെറിയ പൊടിച്ചാറ്റിൽ. ഇന്നും ഇപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. രാവിലെ തൊട്ടേ കാറ്റും ചെറിയ കോളും അങ്ങനെ ഉണ്ട്. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് അടിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.